ഹായ്. UAE ആണോ മസ്കറ്റാണോ സലാലയാണോ നല്ലത്? ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാം. എനിക്കിഷ്ടം സലാല. കാരണം വേറെ ഒന്നല്ല, ക്ലൈമറ്റ്. ഇവിടെ അധികം ചൂടും വരില്ല, അധികം തണുപ്പും വരില്ല, നല്ല ക്ലൈമറ്റാണ്. പിന്നത്തെ കാര്യം, ട്രാഫിക്കില്ല. എന്നെ സംബന്ധിച്ച് ട്രാഫിക് എന്ന് പറഞ്ഞാലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് UAEയിലുള്ളവർക്ക് അറിയാം, അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ എന്ന് വെച്ചാൽ സമ്മറും ഉണ്ടാവും, വിൻ്ററും ഉണ്ടാവും. അപ്പോൾ ഈ നല്ല ചൂട് കാലത്ത് ഈ ട്രാഫിക്കിൻ്റെ ഉള്ളിലൊക്കെ പെട്ടുപോവുക, നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് റഷ് അവിടെ. പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ കിടന്ന് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കണം, അതും അത്രയും ചൂട് വരുമ്പോൾ. തണുപ്പ് കാലത്തെ അവസ്ഥയും ഇത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഒമാനിലുള്ളവരാണെങ്കിൽ അവിടെ ഒന്ന് പോയി കാണുക വേണം, അവിടുത്തെ ട്രാഫിക്കിൻ്റെ അത് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെയുള്ളവർക്ക് പിന്നെ അറിയാൻ സാധിക്കും. ഇനി മസ്കറ്റാണോ സലാലയാണോ നല്ലതെന്ന് ചോദിച്ചാലും എനിക്കിഷ്ടം സലാലയാണ്. കാരണം ക്ലൈമറ്റ്. ഇവിടെ അധികം ചൂടില്ല, അധികം തണുപ്പില്ല, അത്യാവശ്യം ചാറ്റൽ മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടൂറിസം ഉണ്ട്, പ്രകൃതി ഭംഗിയുണ്ട്, പച്ചപ്പുണ്ട്, നല്ല നല്ല കമ്മ്യൂണിറ്റികളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എനിക്ക് ഫെസിലിറ്റീസും വേണം കേട്ടോ. അല്ലാതെ അങ്ങനെ വില്ലേജ് ഇഷ്ടപ്പെടുന്ന അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഗൾഫ് കൺട്രീസ് തന്നെ ഇഷ്ടം നാട്ടിലത്തേക്കാളും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഫെസിലിറ്റീസ് കൂടുതലാണ്. റോഡുണ്ട്, നല്ല റോഡുണ്ട്, കുണ്ടും കുഴിയില്ല, ട്രാഫിക്കില്ല ഇവിടെ. സലാല ആൻഡ് മസ്കറ്റ് ആസ് വെൽ ട്രാഫിക്കില്ല. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്, സേഫാണ്. സലാല സേഫാണ്. ഇവിടെ കള്ളന്മാരുടെ ശല്യം അതൊന്നും ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ റയറാണ്. പക്ഷെ ദുബായിലൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ, ദുബായില്ല, ഞങ്ങൾ ഷാർജയിലായിരുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ കള്ളം കയറിയിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരണ, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ നമ്മളെ തള്ളിയിട്ട് അങ്ങനെ കയറുക പതിവ്. ഞങ്ങളുള്ളപ്പോൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ അച്ഛനൊക്കെ അവിടെ ഉള്ളപ്പോൾ അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട് 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെന്ന്. മസ്കറ്റിലും അങ്ങനെ കള്ളന്മാരുടെ ശല്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ സൗദിയ, യൂറോപ്യൻ കൺട്രീസ്, UAEയിലെ കാര്യം ഞാൻ പറഞ്ഞു, അവിടെയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കിഡ്നാപ്പിംഗ് ഉണ്ട്. ഇവിടെ ഉണ്ടാവും, ഇല്ല എന്നൊന്നും പറയണില്ല, പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് റയറാണ്. പക്ഷേ ദുബായിലൊക്കെ ഇത്തിരി അധികം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെന്താ, പിന്നെ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ സലാലയിൽ നല്ല അഫോർഡബിളാണ്. ഇവിടെ ഒരു 160 റിയാൽ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി 2 BHK ഫ്ലാറ്റ് കിട്ടും, നല്ല നീറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ആയിട്ടുള്ളത്. ഇവിടെ 200 റിയാലിനൊക്കെ അടിപൊളി നമ്മുടെ നാട്ടിലുള്ളൊരു വീട് എങ്ങനെയാണോ അതുപോലത്തെ പുതിയ വീടുകൾ കിട്ടും 200 റിയാലിനൊക്കെ. ദുബായിൽ ഏകദേശം മസ്കറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഏകദേശം 200 റിയാൽ. ഞാനവിടെ താമസിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 200 റിയാലിന് 1 BHK കിട്ടിയിരുന്നുള്ളൂ. ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് 10 റിയാൽ, മാക്സിമം 15. പിന്നെ വാട്ടർ 30 or 35 അത്രേ വരുള്ളൂ. UAEയിലെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ എങ്ങനെ പോയാലും 800 ദിർഹംസ് വന്നിരുന്നു. ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു, എന്നാൽ വേണ്ട ഒരു 600 അത്രയും കൂട്ടാം. ഇപ്പോഴൊക്കെ അതിൻ്റെ ഇരട്ടിയായിട്ടുണ്ടായിരിക്കും. ഞാൻ ആലോചിക്കുന്നില്ല, അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. കാരണം എനിക്കവിടെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ക്ലൈമറ്റ് പറ്റില്ലായിരുന്നു, നല്ല തിരക്ക്, ബഹളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാനൊരു വീഡിയോയിൽ UAEയിലും ഒമാനിലും പാക്കേജിനെ പറ്റി പറഞ്ഞിരുന്നു. അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, അങ്ങനെയല്ല, കറക്റ്റല്ല. ഒമാനിൽ സാലറി ഭയങ്കര കുറവാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതൊക്കെ ഡിപ്പെൻസാണ്.
ഇവിടെ ഒരു എൻജിനീയറിങ് ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്ക് 1000 അല്ലെങ്കിൽ 1000 എബോ ഒക്കെ വരും. UAE അത്ര തന്നെ ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി ദുബായിൽ പോയവർക്ക് ഇവിടത്തേക്കാളും കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെയിം കമ്പനി എന്നായിട്ടാണ്. ഞാൻ കമ്പനി ഏതാണെന്നൊന്നും പറയണില്ല. കമ്പനി പിന്നെ ഇങ്ങനെ ബിൽഡിങ് തൊഴിലാളികൾ അല്ലെങ്കിൽ വർക്കേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ, അതായത് ദുബായിൽ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ 90 റിയാലൊക്കെയാണ് അവർക്ക് മാക്സിമം കൊടുക്കുള്ളായിരുന്നു. ഇവിടെയും 120 ആ ഒരു റേഞ്ചിനൊക്കെ ഉണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് ഒമാനിൽ. ഇതൊക്കെ എൻ്റെ ഒരു അറിവാണ്, ശരിയാവണമെന്നില്ല. എന്തായാലും ഓക്കെ, ടാറ്റ ബൈ ബൈ.